നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് സംശയിപ്പിക്കുന്ന, തോന്നിപ്പിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. ആ വേദഭാഗങ്ങൾ തുടർച്ചയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേദഭാഗങ്ങളിലെ 4-ാമത്തെ വേദഭാഗമാണ് സങ്കീർത്തന പുസ്തകം 51 മുതൽ 12 വരെയുള്ള ദാവീദ് രാജാവിന്റെ പ്രാർത്ഥന. ദാവീദിന്റെ അനുതാപ സങ്കീർത്തനം എന്നാണ് ഈ സങ്കീർത്തനത്തെ പൊതുവെ വിളിക്കപ്പെടുന്നത്. മഹാനായ സ്പർജൻ ഈ 51-ാം സങ്കീർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്: 150 സങ്കീർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയത്തോടെ, ഭക്തിയോടെ, വിറയലോടെ ദൈവസന്നിധിയിൽ വന്ന് ധ്യാനിക്കേണ്ട, പഠിക്കേണ്ട ഒരു സങ്കീർത്തന ഭാഗം എന്ന്. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. വിശ്വാസി പാപം ചെയ്താൽ പരിശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് എടുക്കുകയും അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നുവെന്നും, എന്നാൽ അദ്ദേഹം പിന്നീട് പാപം ചെയ്താൽ ആ പാപത്തോടുകൂടെ തന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ വിട്ട് അകന്നു പോകുന്നുവെന്നും വളരെ വ്യക്തമായി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതിനുള്ള മറുപടിയാണ് ഈ ഹ്രസ്വമായിരിക്കുന്ന വീഡിയോയിൽ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമകാലത്ത് പ്രവർത്തനത്തിനായി വരുന്ന ആത്മാവ് വിട്ടുമാറുമായിരുന്നു. നമ്മൾ പഴയ നിയമത്തിലെ ആളുകൾ തുടർച്ചയായി പഠിക്കുമ്പോൾ പല ആളുകളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരികയും ആ ലക്ഷ്യം നേടുകയും പിന്നീട് തന്നെ വിട്ടു പോവുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് വരിക, പ്രവർത്തനത്തിൽ സഹായിക്കുക, അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വിട്ടുപോവുക എന്ന് വെച്ചാൽ സ്ഥിരമായ ഒരു പാർപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പഴയ നിയമത്തിൽ ഒരു വ്യക്തിയിലും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമവും വിശ്വാസികളും പരിശുദ്ധാത്മ പ്രവർത്തനവും എന്ന് പറയുന്ന വിഷയം ശരിയായി മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു, ഗിദെയോന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു, യിഫ്താഹിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. ഈ ശിംശോൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ ഫെലിസ്തരെ തോൽപ്പിക്കേണ്ടതിന് നിന്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മ ശക്തി അവന്റെ മേൽ വരികയും അവനെ വളരെ അത്ഭുതകരമായ നിലയിൽ പ്രവർത്തിക്കുകയും ആ പ്രവൃത്തി കഴിഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വിട്ട് പോവുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ എവിടെയും പരിശുദ്ധാത്മാവായ ദൈവം യാതൊരു ഉദ്ദേശത്തിനായിട്ട് ദൈവം ഒരു വ്യക്തിയിലേക്ക് അയക്കുന്നുവോ ആ ഉദ്ദേശം സാധിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് മടങ്ങി പോകുന്നതായും പിന്നീട് വീണ്ടും ഒരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യുവാൻ ആവശ്യമായി വരുമ്പോൾ പരിശുദ്ധാത്മാവ് വരികയും ആ പ്രവൃത്തി നിവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് വരികയും പോവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കാതെ വന്ന് കുറെ കാര്യങ്ങൾ സാധിച്ച ശേഷം വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയുടെ മേൽ വരികയും ആ വ്യക്തിയിൽ സ്ഥിരമായി വസിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്: ഞാൻ പോകും, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥരെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും എന്നാണ്.
ഈ കാര്യം നമ്മൾ ഇതിനു മുമ്പും പല പ്രാവശ്യവും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുമ്പോൾ എന്നേക്കും വിശ്വാസികൾ വസിക്കേണ്ടതിനും എന്നേക്കും വിശ്വാസികളോടുകൂടെ ഇരിക്കേണ്ടതിനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പാണ് കർത്താവ് ഈ പ്രസ്താവന ചെയ്തത്. പരിശുദ്ധാത്മാവ് ഒരിക്കൽ വന്നു കഴിയുമ്പോൾ വിശ്വാസിയിൽ സ്ഥിരമായി പാർത്തുകൊണ്ട് ദൈവമഹത്വത്തിനായി ആ നിലയിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കട്ടെ. അതായത് ദാവീദ് തന്റെ രക്ഷ നഷ്ടപ്പെട്ടതായി ഈ ഭാഗത്ത് പറയുന്നില്ല. അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, സ്ഥിരതയുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവനിൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുകയല്ല, പ്രത്യേകത അവന്റെ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. പല ആളുകളും രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോഴും അവരുടെ രക്ഷയുടെ സന്തോഷം അവരിൽ സ്ഥിരമായി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. രക്ഷയുടെ സന്തോഷം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അത് വാസ്തവത്തിൽ അവർക്ക് ലഭിക്കാത്തതിന്റെ കാരണം അവരുടെ ജീവിതത്തിലെ പാപമാണ്. അത് വാസ്തവത്തില് അങ്ങനെ ദാവീദ് പാപം ചെയ്തപ്പോൾ ആ രക്ഷയുടെ സന്തോഷം, അതായത് ദൈവത്തിന്റെ മുഖപ്രസാദം അവന് നഷ്ടമായി. അത് അവന് മടക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് അവൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചത്. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടും ശമൂലിന്റെ 2-ാം പുസ്തകവും 12-ാം അധ്യായവും ഒത്തുനോക്കിയാൽ ദാവീദിന് ബത്ശബയിൽ കുഞ്ഞ് ജനിച്ച ശേഷമാണ് ദാവീദ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ അതിനു മുമ്പല്ല. ദാവീദ് പാപം ചെയ്തപ്പോൾ, അതായത് ബത്ശേബയുമായി ഒരു അവിഹിത ബന്ധം ദാവീദിന് ഉണ്ടായപ്പോഴല്ല പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയത്. മറിച്ച് ആ ബത്ശേബയിലുണ്ടായ കുഞ്ഞ് ജനിച്ച ശേഷമാണ് അവൻ ആ നിലയിൽ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യഭിചാരിയും കൊലപാതകനുമായ അവനിൽ ഈ 10ഓളം മാസങ്ങൾ, അതായത് ബത്ശേബ ഈ ശിശുവിനെ അവളുടെ ഉദരത്തിൽ സൂക്ഷിച്ച 10ഓളം മാസങ്ങൾ പരിശുദ്ധാത്മാവ് വിട്ടുമാറി വന്ന ആ കാലത്ത് അവനിൽ വസിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അല്പം കൂടെ വ്യക്തമാക്കാം. താൻ ബത്ശേബയുടെ അടുക്കൽ ചെല്ലുകയും അവൾ ഗർഭവതിയാകുകയും ഏതാണ്ട് 10 മാസത്തോളം ഈ കുഞ്ഞ് അവളുടെ ഉദരത്തിലായിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഒക്കെ ദാവീദിന്റെ ജീവിതത്തിലും ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വിട്ടുമാറാതെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഈ കുഞ്ഞ് ജനിച്ച ശേഷമാണ് വാസ്തവത്തില് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അപ്പൊ വാസ്തവത്തില് അവന്റെ ജീവിതത്തില് ഈ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, സ്ഥിരതയുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവസന്നിധിയിൽ ദാവീദിന്റെ രക്ഷ നഷ്ടപ്പെട്ടു എന്നല്ല, ആ രക്ഷയുടെ ഭദ്രതയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആകയാൽ അവന്റെ പാപത്തിന് എണ്ണി എണ്ണി ദൈവം പിന്നീട് അവന് ശിക്ഷ നൽകുകയും ചെയ്തു. അവൻ ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞപ്പോൾ അവന്റെ പാപത്തെ ദൈവം അവനോട് ക്ഷമിച്ചു. നാഥാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആത്മാവിലെ കൺവെൻഷനുകളെ ക്ഷമിച്ചിരിക്കുന്നു, എങ്കിലും നീ ചെയ്ത ഈ പാപത്തിന് ജഡത്തിൽ നീ ശിക്ഷ അനുഭവിക്കേണ്ടായി വരും. അത് ദാവീദിന്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ നിലയിലാണ്. പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് നൽകപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മരണദിവസം വരെയും മരണനിമിഷം വരെയും അവനിൽ സ്ഥിരമായി വസിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അവനെ വിട്ട് പരിശുദ്ധാത്മാവ് പോകുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമുക്കൊരിക്കലും അവിടെ അതിനെ വായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വളരെ വ്യക്തതയോടെ അതിന്റെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. പഴയ നിയമത്തിന്റെ എല്ലാ താളുകളിലും പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വരികയും പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു. അതേ പരിശുദ്ധാത്മാവ് അവനെ കർത്താവിന് വേണ്ടി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേ പരിശുദ്ധാത്മാവ് അവനെ ദൈവ കൃപയിൽ വഴി നടത്തുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട
ഒരു അനുഭവത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്ഥിരതമുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അവന്റെ പാപം ചെയ്തു കഴിയുമ്പോൾ അവന് ലഭിക്കുന്ന രക്ഷയുടെ സന്തോഷം അത് മിക്കവാറും അവരുടെ ഏത് രക്ഷിക്കപ്പെട്ട ദൈവവേദനയുടെയും മുഖത്ത് പ്രസരിക്കുന്നതാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് കേവലം ജഡിക ഉല്ലാസങ്ങളുടെ സന്തോഷമല്ല, പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടും അവന് ലഭിച്ച നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞു ചേറ്റുന്നുള്ള വീണ്ടെടുപ്പിൽ നിന്നും അവൻ അനുഭവിക്കുന്ന ആത്മസന്തോഷവും രക്ഷയുമാണ്. ഈ രക്ഷ അവന്റെ ജീവിതത്തിൽ അനുഭവ വേദ്യമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ കൂടുതലായി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ 51 മുതൽ 12 വരെയുള്ള വാക്യഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഒരാളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് സ്ഥാപിക്കാൻ ഒരു നാളും സാധിക്കുകയില്ല. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ രക്ഷാനഷ്ടത്തെക്കുറിച്ച് ഒന്നും പ്രസ്താവിക്കുന്നുമില്ല. രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് ആണ് പറയുന്നത്. നിർമ്മലമായ ഒരു ഹൃദയവും സ്ഥിരമായ ആത്മാവും എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകാത്തൊരു സ്വഭാവവും പരിശുദ്ധാത്മാവ് നിലനിർത്തുന്ന സന്തോഷവും തന്റെ ജീവിതത്തിലേക്ക് തനിക്ക് മടക്കി നൽകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ തെറ്റിപ്പോകാത്തൊരു ഹൃദയം, അത് ഏത് മനുഷ്യന്റെയും ഹൃദയത്തില് തെറ്റലുകൾ സംഭവിക്കാം. എന്നാൽ തെറ്റിപ്പോകാത്തൊരു ഹൃദയവും ഒരു സ്ഥിരതയുള്ള ഭാവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും നൽകുവാൻ ഇടയാകട്ടെ എന്ന് എന്ത് ചെയ്യണം? ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നത് ഈ സമയത്ത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇതിന്റെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം. ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കേവലം 12 മിനിറ്റ് മാത്രമുള്ള ഈ വീഡിയോ ആയതുകൊണ്ട് കേൾക്കുവാൻ അധികം സമയം ചെലവഴിക്കേണ്ട ആവശ്യം വരികയില്ല. ഈ സങ്കീർത്തനം 51 ദാവീദിന്റെ പ്രാർത്ഥന സംബന്ധിച്ചുള്ള സംശയം ഇവിടെ പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.